4 മാസങ്ങൾക്ക് മുമ്പാണ് കേരള കർഷക സംഘം പ്രവർത്തകർ അഞ്ചൽ ആർച്ചൽ പ്രദേശത്തെ പാടത്ത് നെൽകൃഷി ഇറക്കിയത്. CPM മുതിർന്ന നേതാവ് ജോർജ് മാത്യു ആയിരുന്നു അന്ന് വിത്തെറിഞ്ഞുകൊണ്ട് നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത്. മാസങ്ങൾക്കിപ്പുറം കൃഷിയുടെ 100 മേനി വിളവ് കൊയ്യാൻ കൊയ്ത്തുത്സവം തന്നെയാണ് കർഷക സംഘം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം K ഷാജി കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷിയുടെ കുഞ്ഞുനാളിൽ സ്കൂളിലും കോളേജിലും പോകുമ്പോൾ നെൽവയലുകളുടെ മണമേറ്റുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് കരവാളൂരിൽ നിന്ന് മാത്രയിലേക്ക് പോകുന്നത് ഒരു നട വരമ്പിലൂടെയാണ്. 2 കിലോമീറ്റർ വരമ്പിലൂടെ പോകുന്നിടത്തെല്ലാം കൃഷിയായിരുന്നു, നെൽകൃഷി. കൊയ്ത്തുകാലമായി കഴിഞ്ഞാൽ കച്ചിയിൽ കയറി മറിഞ്ഞിറങ്ങി നിന്ന് തുറു കൂട്ടുന്നത്, തുറു എന്നാണ് പറയുന്നത്. ഇന്നതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ ഒരു നോവലിൽ പറഞ്ഞിരിക്കുന്നത് അരശിച്ചെടി എന്നാണ്. കൃഷി ഓഫീസർമാർക്ക് അറിയാവുന്നത് അരശിച്ചെടി എന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ അരിച്ചെടി കൊണ്ട് കാണിക്കേണ്ടി വരുമെന്നാണ്. അതിനാണ് അങ്ങനെന്ന് പറഞ്ഞ എത്ര വർഷങ്ങൾക്ക് മുമ്പാ പറഞ്ഞതെന്നറിയാം. 10-25 വർഷത്തിന് മുമ്പ് പറഞ്ഞ ഇപ്പൊ അത് പ്രായോഗികമായി. ഈ നെൽകൃഷി കണ്ടിട്ടുള്ള കുട്ടികളുടെ മനസ്സിൽ ഒരു പക്ഷേ നെല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റും. ഇല്ലാതെ എത്ര കുട്ടികൾക്ക് ഇതറിയാം. അതൊരു വല്ലാത്ത ഒരു ഷിഫ്റ്റാണ് കേരള സമൂഹത്തിൽ സംഭവിച്ച ഒരു വല്ലാത്ത മാറ്റമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പരമ്പരാഗത കാർഷിക വേഷം ധരിച്ച് ആർച്ചൽ LP സ്കൂളിലെ കുരുന്നുകൾ കൂടി എത്തിയതോടെ കൊയ്ത്തുത്സവം ആഘോഷമായി മാറി. ലോക്കൽ കമ്മിറ്റി അംഗം പ്രതാപ് സിംഗ് അധ്യക്ഷത വഹിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സജീവ്, നേതാക്കളായ പ്രശാന്ത്, മോഹനൻ പിള്ള, വേണുരാജ്, സജിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടുവാർത്ത, ഏരൂർ.